നമ്മൾ നോക്കാൻ പോകുന്നത് PLA. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഡിസ്കസ് അബൌട്ട് ദ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് PLA ആൻഡ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ്. ഓക്കെ, സോ നമ്മൾ ആദ്യം PLA എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നോക്കി. ചില കോണ്ടെക്സ്റ്റുകളിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് യൂണിവേഴ്സിറ്റിക്ക്. PLAയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നും അതിൽ PLA യൂസ് ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ PLA എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോഗ്രാമബിൾ ലോജിക് അറേയാണ് നമ്മൾ എന്താണെന്ന് വിളിക്കുന്നത്, PLA എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താ ശരിക്കും PLA എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടേ? ജസ്റ്റ് ഒരു റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുവാണ്. ഇതൊരിക്കലും ഒരു ആക്ച്വൽ PLA അല്ല. ഇപ്പം നമ്മളുടെ ഒരു ബോക്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ ബോക്സിനുള്ളിൽ കുറച്ച് സ്വിച്ചസ് ഉണ്ട്. വിത്തിൻ ദാറ്റ് ബ്ലോക്ക് വി ആർ ഹാവിങ് എ സെറ്റ് ഓഫ് സ്വിച്ചസ്. ഓക്കെ, ആ സ്വിച്ചസ് പ്രസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ബോക്സിന് ഔട്ട്സൈഡായിട്ട് വി ആർ ഹാവിങ് എ സെറ്റ് ഓഫ് ബൾബ്സ്. കുറേ ബൾബുകളുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ആ ബൾബുകൾ കുറേ കളേർഡ് ബൾബ്സാണ്, ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ബൾബ്സാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഈ സ്വിച്ചിൽ പ്രസ് ചെയ്യുമ്പോഴേക്കും ദർ വിൽ ബി എ കണക്ഷൻ ബിറ്റ്വീൻ ദിസ് സ്വിച്ച് ആൻഡ് ദ ഡിഫറെൻറ്റ് ബൾബ്സ് ഓർ ദ ഔട്ട്പുട്ട് സൈഡ്. നമ്മുടെ ഫ്രണ്ട് സൈഡിലുള്ള ബൾബ്സുമായിട്ട് ഈ സ്വിച്ചസിന് കണക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊരു ഫസ്റ്റ് സ്വിച്ച് പ്രസ് ചെയ്യും. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു റെഡ് കളർ ബൾബാണ് ഫസ്റ്റ് സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് വിചാരിക്കാം. അപ്പോൾ ഫസ്റ്റ് സ്വിച്ച് പ്രസ് ചെയ്യുമ്പോഴേക്കും ദ റെഡ് കളർ ബൾബ് ഷുഡ് ബി അതെന്ത് ചെയ്യും? അത് ലൈറ്റ് അപ്പ് ആവും. ദെൻ സെക്കൻഡ് എൻ്റെ കയ്യിലുള്ള രണ്ടാമത്തെ സ്വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ദെൻ ഗ്രീൻ കളറാണ്. ഫസ്റ്റ് റെഡാണ്, രണ്ടാമത്തെ സ്വിച്ചിനെ ഗ്രീൻ വെച്ചിട്ട് ഞാൻ ലൈറ്റ് അപ്പ് ചെയ്യും. ദെൻ തേർഡ് സ്വിച്ചിനെ ഞാൻ പ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെ ലൈറ്റ് അപ്പ് ആവുന്നത് ബ്ലൂ ആണെന്ന് വിചാരിക്കാം. സോ റെഡ്, ഗ്രീൻ, ബ്ലൂ ഇങ്ങനെയാണ് 1, 2, 3 എന്നുള്ള സ്വിച്ചസിന് ഞാൻ കണക്ഷൻ കൊടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇങ്ങനെ ദർ ഇസ് എൻ അസോസിയേഷൻ ബിറ്റ്വീൻ ദിസ് ഇൻപുട്ട് ആൻഡ് ദ ഔട്ട്പുട്ട്. അല്ലേ, നമ്മുടെ ഇവിടുത്തെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വിച്ച് പ്രസ് ചെയ്യുന്ന ഓപ്പറേഷനും ദെൻ വി വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട് ആസ് ദ ലൈറ്റിംഗ് അപ്പ് ഓഫ് ദീസ് ബൾബ്സ്. അല്ലേ, സോ ഈ രണ്ട് ഓപ്പറേഷൻസിനും തമ്മിൽ എന്തുണ്ട്? കണക്ഷൻ ഉണ്ട്. ഇനി പ്രോഗ്രാമബിൾ ലോജിക് അറേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അകത്തുള്ള നമ്മളുടെ ബോക്സിനകത്തുള്ള സ്വിച്ചസിനെ നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അല്ലെ, വി ക്യാൻ അതിന് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. വേറാസ് നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് സ്വിച്ചിൽ റെഡ് വന്നിരിക്കുക അല്ലേ, അപ്പോൾ ഫസ്റ്റ് സ്വിച്ചിൽ റെഡിന് പകരമായിട്ട് എൻ്റെ കസ്റ്റമൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു ബ്ലൂ ആയിരിക്കാം, ചിലപ്പം വേറൊരു കളർ ഒരു വയലറ്റ് ആയിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ നമുക്ക് അതിനെ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് പ്രോഗ്രാമബിൾ ലോജിക് അറേ എന്ന് പറയുന്നത്. സോ ഒരു ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു സർക്യൂട്ടറി ആണ്, അല്ലെങ്കിൽ ഒരു ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് PLA എന്ന് പറയുന്നത്. ഇൻ സച്ച് എ വേ ദാറ്റ് ഈസ് പ്രോഗ്രാമബിൾ. നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും? കോൺഫിഗർ ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഒരിക്കലും ഒരു ബോർഡിനകത്ത് അല്ലെങ്കിൽ ഒരു ബോക്സിനകത്ത് വെച്ചിരിക്കുന്ന സ്വിച്ചും ഒരു ബൾബും അല്ല നമ്മുടെ ഔട്ട്പുട്ടും ഇൻപുട്ടും എന്ന് പറയുന്നത്. ജസ്റ്റ് ടു റിലേറ്റ് ദ കോൺസെപ്റ്റ്, അങ്ങനെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഈ ഒരു ബോക്സിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ സർക്യൂട്ടറിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളതിനെ കോൺഫിഗർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു ഡിവൈസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ കോമ്പിനേഷണൽ സർക്യൂട്ട്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? പ്രോഗ്രാമബിൾ ലോജിക്കൽ അറേ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ what is that? പ്രോഗ്രാമബിൾ ലോജിക് അറേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ദെൻ ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഇംപ്ലിമെൻറ്റ് വാട്ട്? കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്സ്. കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇറ്റ്സ് യൂസ്ഡ് ടു ഇംപ്ലിമെൻറ്റ് കോമ്പിനേഷണൽ സർക്യൂട്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത്? പ്രോഗ്രാമബിൾ ലോജിക് അറേ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, സോ ഇനി നമുക്ക് എപ്പോഴും ചോദിച്ചാണുള്ള ക്വസ്റ്റ്യൻ ആണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ അഡ്വാൻറ്റേജസും എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, സോ പ്രോഗ്രാമബിൾ ലോജിക് അറേ എന്ന് പറയുമ്പോഴേക്കും ഫസ്റ്റ് വേർഡ് തന്നെ എന്താണ്? പ്രോഗ്രാമബിലിറ്റി ആണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കീ ഫീച്ചർ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദാറ്റ്? പ്രോഗ്രാമബിൾ മീൻസ് ദാറ്റ് PLA is programmable, meaning that it can be configured to implement various logic functions based on the desired output. ഇപ്പോൾ നമുക്ക് ഒരു ബൾബ് കത്തിക്കണം, ആ ബൾബ് ഏത് കളറിൽ കത്തണം അല്ലെങ്കിൽ ഏത് സ്വിച്ച് പ്രസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഡിസ്ക്രിപ്ഷനാണ്. ആസ് എ യൂസർ വി ക്യാൻ കോൺഫിഗർ ഇറ്റ്. ഓക്കെ, this flexibility allows designers to customize the behavior of the logic circuit without changing the physical hardware. നമ്മൾ ശരിക്കും ബൾബ് അവിടെ തന്നെയുണ്ട്, സ്വിച്ച് അവിടെ തന്നെയുണ്ട്, പക്ഷേ ഏത് സ്വിച്ചിൽ ഏത് ബൾബ് കത്തണം എന്നുള്ളത് ആരാ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്? ഇറ്റ്സ് ദ യൂസർ ഡിസ്ക്രിപ്ഷൻ. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ പ്രോഗ്രാമർ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, സോ ദ ബിഹേവിയർ നമ്മളായിരിക്കും അതിനെ കോൺഫിഗർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ പ്രോഗ്രാമബിലിറ്റി. ഓക്കെ, ദ സെക്കൻഡ് വൺ ഇസ് മോഡുലാരിറ്റി. ഓക്കെ, സോ മോഡുലാരിറ്റി എന്ന് പറയുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്വിച്ച് അതുപോലെ തന്നെ ബൾബ് അങ്ങനെ രണ്ട് കമ്പണൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ PLAയിൽ രണ്ട് പ്ലെയിൻസ് ആണുള്ളത്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ രണ്ട് ഫങ്ഷൻസ് എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത്? ഇപ്പോൾ നമുക്ക് ആഡ് ചെയ്യണം, ദെൻ സബ്ട്രാക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആഡ് ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റ്, സബ്ട്രാക്ട് ചെയ്യുന്ന വേറൊരു സെഗ്മെൻറ്റ്. അതേപോലെ തന്നെ PLAയിൽ രണ്ട് സെക്ഷൻസ് അല്ലെങ്കിൽ രണ്ട് പ്ലെയിൻസ് ഉണ്ടെന്ന് പറയാം. ഈ ഒരു ഡിവൈസിന് രണ്ട് പ്ലെയിൻസ് ആണുള്ളത്, ലൈക്ക് ആൻഡ് ഓപ്പറേഷൻസ് ചെയ്യുന്ന ഒരു പ്ലെയിനും ഓർ ഓപ്പറേഷൻസ് ചെയ്യുന്ന ഒരു പ്ലെയിനും. ഓക്കെ, അപ്പോൾ
എപ്പോഴും മോഡുലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു ഒരു കോണ്ടെക്സ്റ്റ് വരുന്ന സമയത്ത് മോഡുലാരിറ്റി എവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കതിനെ കുറച്ചും കൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഒരു സെക്ഷൻ മാത്രമാണ് നമുക്കൊരു സമയത്ത് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നുള്ളൂ. സോ ഇറ്റ്സ് മോർ അണ്ടർസ്റ്റാൻഡബിൾ, ഇറ്റ്സ് മോർ ഹെൽപ്ഫുൾ ടു ഡീബഗ് എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ഇൻ ദ സെയിം വേ നമുക്ക് നോട്ട്സ് വായിച്ച് നോക്കാം. PLA typically consists of two major sections. എന്തൊക്കെയാണ്? രണ്ട് പ്ലെയിൻസ് ആണുള്ളത്, ലൈക്ക് ആൻഡ് പ്ലെയിൻ ആൻഡ് ഓർ പ്ലെയിൻ. ദ ആൻഡ് പ്ലെയിൻ പെർഫോംസ് ദ ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻസ് ഇൻ ദ ഇൻപുട്ട് വേരിയബിൾ. സോ ഇൻപുട്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? ആൻഡ് പ്ലെയിൻ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദ സ്വിച്ചസ് ആർ ദ ആൻഡ് പ്ലെയിൻ ആണല്ലോ. വൈൽ ദ ഓർ പ്ലെയിൻ പെർഫോംസ് ദ ലോജിക്കൽ ഓർ ഓപ്പറേഷൻസ് ഓൺ ദ ഔട്ട്പുട്ട്സ് ഓഫ് ദ ആൻഡ് പ്ലെയിൻ. ഇപ്പം നമ്മൾ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ ആ കിട്ടുന്ന വാല്യൂവിനെയാണ് ആര് മീൻസ് യൂസ് ചെയ്യുന്നത്? ബൾബ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ ഓർ പ്ലെയിനെ നമുക്ക് ബൾബായിട്ട് വിളിക്കാം. ഓക്കെ ആണോ? ദിസ് മോഡുലാർ സ്ട്രക്ചർ മേക്സ് ഇറ്റ് ഈസി ടു ഡിസൈൻ ആൻഡ് അണ്ടർസ്റ്റാൻഡ് കോംപ്ലക്സ് ലോജിക് സർക്യൂട്ട്സ്. സോ നമ്മുടെ കോംപ്ലക്സ് ആയിട്ടുള്ള ലോജിക് സർക്യൂട്ട്സിൻ്റെ ഡിസൈനിങ് കുറച്ചും കൂടെ സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും? ദിസ് മോഡുലാരിറ്റി ഫീച്ചർ വിൽ ഹെൽപ്പ് അസ്. ഓക്കെ, ദെൻ അടുത്തൊരു ഫംഗ്ഷനാലിറ്റി പറയുവാണ്, കോംപ്ലക്സ് ലോജിക് ഫംഗ്ഷൻസ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും ബൈ യൂസിങ് ദിസ് പ്രോഗ്രാമബിൾ ലോജിക് അറേ. സോ PLA ക്യാൻ ഇംപ്ലിമെൻറ്റ് കോംപ്ലക്സ് ലോജിക് ഫംഗ്ഷൻസ് വിത്ത് മൾട്ടിപ്പിൾ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്സ്. ഓക്കെ, സോ നമുക്ക് സാധാരണ യൂസ് ചെയ്യുന്ന ആൻഡ് ഓർ നോട്ട് ഓക്സ് എക്സോർ എന്നൊക്കെയുള്ള കോംപ്ലക്സ് ഓപ്പറേഷൻസിന് പകരമായിട്ട് നമുക്ക് കോമ്പിനേഷണൽ സർക്യൂട്ട്സിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ലോജിക് ഫംഗ്ഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് ദിസ് PLA. ദെൻ റെഡ്യൂസ്ഡ് കമ്പണൻറ്റ് കൗണ്ട്, അതായത് നമുക്ക് ഇത്രയും കോംപ്ലക്സ് ഫംഗ്ഷൻസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴും നമ്മളതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കമ്പണൻസ്, ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന ഗേറ്റ്സിൻ്റെ നമ്പർ വളരെ കുറവായിരിക്കും. ഓക്കെ, ദെൻ കമ്പയർഡ് ടു ട്രഡീഷണൽ ഡിസ്ക്രീറ്റ് ലോജിക് കമ്പണൻസ് സച്ച് ആസ് ആൻഡ് or gates, and PLA can implement the same logic functions with fewer number of components. This reduction in the component count leads to ഈ കുറച്ച് കമ്പണൻസ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എന്തൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവാം? നമുക്ക് കോസ്റ്റ് കുറയ്ക്കാം, നമുക്ക് ബോർഡിൽ നമുക്ക് സ്പേസ് അത്രയും ഗേറ്റ്സിന് നമുക്ക് പ്ലേസ് ചെയ്യേണ്ട. സോ വി ക്യാൻ റിഡ്യൂസ് ദ കോസ്റ്റ്. ഓക്കെ, നമുക്കതിൻ്റെ സ്പേസ് നമുക്ക് കുറയ്ക്കാം. പിന്നെ ഓരോ കമ്പണൻസിനും എക്സ്ട്രാ ആയിട്ട് നമുക്ക് കൊടുക്കേണ്ട പവർ കൺസപ്ഷൻ്റെ റേറ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ദെയർ ബൈ റെഡ്യൂസ്ഡ് കമ്പണൻറ്റ് കൗണ്ട് ക്യാൻ reduce the cost, board space and power consumption. Okay, കുഴപ്പമില്ലല്ലോ. Then obviously it's a fast operating electronic device ആണ്. So it will provide a fast operation. Typically operates on high speeds, making them suitable for use in applications where rapid computations is required. ഇതൊരു ഫാസ്റ്റ് ഡിവൈസ് ആണ്. സോ എവിടെയാണോ നമുക്ക് റിയൽ ടൈം ആയിട്ട്, അല്ലെങ്കിൽ റിയൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ അത് സംഭവിക്കണം. ഓക്കെ, സോ ഇപ്പോൾ നമ്മളൊരു വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിനകത്ത് റിയൽ ടൈം ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ഫ്രണ്ടിലൊരു വെഹിക്കിൾ വരുന്ന സമയത്ത് ബ്രേക്ക് അപ്ലൈ ചെയ്യണം. ഓക്കെ, സോ ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ചിന്തിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല, അത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നടക്കേണ്ട കാര്യമാണ്. സോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ആരെ യൂസ് ചെയ്യാം? PLAസിനെ നമുക്ക് നമ്മുടെ സർക്യൂട്ട് ഡിസൈൻ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട് വി ക്യാൻ യൂസ്. ഓക്കെ, ദെൻ ഒബ്വിയസ് ആണ്, ഇവിടെ മോഡുലാരിറ്റി ഉണ്ട്. സോ ടെസ്റ്റബിലിറ്റി എന്തായിരിക്കും? ഈസി ആയിരിക്കും. ദെൻ PLA ഡിസൈൻസ് ആർ ഓഫൺ ഈസിയർ ടു ടെസ്റ്റ് ആൻഡ് ഡീബഗ് കമ്പയർഡ് ടു കസ്റ്റം ഡിസൈൻ ലോജിക് സർക്യൂട്ട്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് PLAയുടെ എന്താണ് നമുക്ക് നോക്കാനുള്ള ക്യാരക്ടറിസ്റ്റിക്സും അഡ്വാൻറ്റേജസിലും നമുക്ക് നോക്കേണ്ടത്. അതേപോലെ തന്നെ PLA എന്താണെന്നും അതിലെങ്ങനെയാണ് ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് നെക്സ്റ്റ് സ്റ്റേജ് ജനറേഷൻസ് ഒക്കെ എന്നുള്ളത് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാം, മീൻസ് കണ്ടു നോക്കുക. എന്നിട്ട് ഇതിപ്പോൾ നമുക്ക് ഇറ്റ്സ് ജസ്റ്റ് എ ഡിസ്കഷൻ അബൌട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് PLA. ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ.